ഹായ്, എല്ലാവർക്കും നമസ്കാരം. അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും കാണാതെ പോകരുത്. ഇത് വയനാട് അമ്പലവയലിൽ പൂപ്പലി നഗറിലെ ടിക്കറ്റ് കൗണ്ടറാണിത്. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ് ആണ്. മെയിൻ എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക. ഇവിടെ ടിക്കറ്റ് കാണിക്കുന്നു. അവിടുന്ന് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ അടിപൊളി ഒരു ഏരിയ ഉണ്ട്. ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഏരിയ ആണ്. അത് കഴിഞ്ഞ് തൊട്ട് മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പല വിധത്തിലുള്ള ഗാർഡനുകൾ കാണാം. നമ്മൾ ഒരിക്കലും നമുക്ക് ഇത് കാണാതെ പോകരുത്. ഇത് കാണാതെ പോയാൽ നമുക്ക് വളരെ വളരെ മിസ് ചെയ്യും. അത്രയും ജനത്തിരക്കാണ്. 1-ാം തീയതി മുതൽ നമുക്ക് 15-ാം തീയതി വരെയാണ് ഈ പരിപാടി നടക്കുന്നതെങ്കിലും അതിമനോഹരമായിട്ടാണ് ഈ പൂപ്പലി ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ രാത്രികാല കാഴ്ചകളും എല്ലാം നല്ല അതിമനോഹരമാണ്. നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയാത്ത രീതിയിലുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നമുക്ക് അടുത്ത് ഇതിൻ്റെ മുന്നോട്ട് പോകാം. അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ സൂര്യകാന്തിയാണ്. സൂര്യകാന്തി ഫസ്റ്റ് ടൈം വിരിഞ്ഞ് കുറേ പൂവുകളൊക്കെ കട്ട് ചെയ്തു. അതിന് ശേഷം രണ്ടാമത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് ഇപ്രാവശ്യം ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല ഇടതോർന്ന് ജനങ്ങളെ ഈ പൂക്കൾ എങ്ങനെ സെറ്റ് ചെയ്തോ അതേപോലെ ജനത്തിരക്കും ഉണ്ട് നമുക്കിവിടെ. അതേ ജനത്തിരക്കാണ് നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം. ജനത്തിരക്ക് ഓരോ ദിവസവും കൂടി വരികയാണ്. നമുക്ക് 15-ാം തീയതി വരെ ഉള്ളൂ. എല്ലാവരും ഇത് എവിടെ ഇരുന്ന് കാണുന്നവരോ അന്താരാഷ്ട്ര പുഷ്പമേളയാണ്. നമ്മൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഡാലിയ മഴ പെയ്യുന്ന പോലെയാണ് ഡാലിയൻ്റെ കളക്ഷനൊക്കെ ഇവിടെയുള്ള. ഇപ്പോഴും മഴ പെയ്ത് തോരുന്ന പോലെയാണ്. അതേപോലെ നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ പല വർണ്ണങ്ങളിലായിട്ടോ പലവിധ വർണ്ണങ്ങളിലായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡൻ. പുതിയ പൂപ്പലി തോർന്ന് നിൽക്കുന്ന 2026 നെയിം ബോർഡോടുകൂടി നല്ല അടിപൊളി ഒരു പാറ്റേൺ ക്ലോക്ക് പാറ്റേണിലൊക്കെ സെറ്റ് ചെയ്ത് എന്താ പറയുക ഇതൊക്കെ വന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയുള്ളൂ. ഇത്രയും നമുക്ക് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇത്രയും നല്ല സെറ്റപ്പിൽ കാണണമെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളി സെറ്റിങ്ങാണ്. ഇതൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ കാഴ്ചകളൊക്കെ ഒരിക്കലും നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന പല അവസ്ഥയും നമുക്ക് വരാം. അടുത്ത നമ്മളെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് നല്ല അതിമനോഹരം ഒരു കുളമാണ്. ഈ കുളത്തിൽ ചുറ്റിനും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ചുറ്റിനും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ ഡാൻസിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചുറ്റിനും നല്ല കാഴ്ചകളായിട്ട് ഇതിൻ്റെ ചുറ്റിനും നടന്ന് അതിമനോഹരമായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളാണ് ഇപ്രാവശ്യം നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഈ ഏരിയ നമുക്ക് ഇവിടെ വരുന്ന 12-15 ഏക്കറോളം വരുന്ന ഏരിയകളുണ്ട്. അതേപോലെ മല്ലിക നല്ല അടിപൊളിയായിട്ട് മല്ലിക സെറ്റ് ചെയ്തിട്ടുണ്ട്. മല്ലിക ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഏരിയ ഫുള്ള് മല്ലിക നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് അടുത്ത് വരുന്നത് ചിൽഡ്രൻസ് പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ ഇരിക്കാനും വിശ്രമിക്കാനും എല്ലാത്തിനും എല്ലാം നമുക്ക് എന്താ പറയുക കേട്ടോ, എല്ലാവരും വിശ്രമിച്ച് നല്ല അതിമനോഹര കാഴ്ചകളൊക്കെ കണ്ട് രാത്രികാല കാഴ്ചകളും അതുപോലെ രാത്രി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാഴ്ചകൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് രാത്രിയിൽ ഇത് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആവുന്നത്. പകൽ കാണുന്ന പോലെയല്ല. അതുപോലെ നമുക്ക് സ്റ്റാളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ BSNLൻ്റെ സിമ്മ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. സ്റ്റാള് നമ്മളൊരു സുഹൃത്തും കൂടെയാണ്, അതാണ് നമ്മളെ വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ. നമ്മളെ പൂപ്പലി തുടങ്ങിയ കാലം മുതലേ അവർ വൈഫൈ ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ടാണ്. അതേപോലെ അത് സ്റ്റേജിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഭാഗത്തു നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്ന ഭാഗങ്ങളാണ്. സ്റ്റേജിലൊക്കെ നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്, നല്ല അടിപൊളി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ പാർക്ക് കാര്യങ്ങൾ സന്തോഷേട്ടൻ അതിൽ പോകുന്നുണ്ട്. അതുപോലെ നല്ല കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഒരാളും ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 70 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം വരുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. അത്രയും അതിമനോഹര കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അടിപൊളിയാണ്.
തന്നെ ഇപ്രാവശ്യം എടുത്തു പറയേണ്ട ഒരു ഇതാണ് നമ്മളെ സ്റ്റാളിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഗെയിമിങ് നടക്കുന്നുണ്ട്, കുറേ പ്രോഗ്രാം, റിങ് എയർ, അതുപോലെ നല്ലൊരു ഏരിയ തന്നെ, ഒരു സമ്മാനങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ഏരിയ തന്നെ. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതാണ് ഫുഡ് കോർട്ട് ഇപ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ നല്ലൊരു സെറ്റപ്പാക്കി ജനങ്ങൾക്ക് നീളത്തിൽ നിന്നുകൊണ്ട് വാങ്ങി കഴിക്കാനും നല്ല സൗകര്യമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഏരിയ, നല്ലൊരു സെറ്റപ്പ്, ഒരു ഹാള് പോലെ തന്നെ ആക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല ഇതുണ്ട്, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു സെറ്റപ്പാണ്. അതുപോലെ നല്ല ക്രിക്കറ്റ് കളിക്കാനും സ്കോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു സംരംഭം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഗെയിമിംഗ് ആണ്, അതിന് ചെറിയ ചാർജുകളുണ്ട്, ഓവറിന് ഇത്ര ഗെയിമിംഗ് എന്നൊക്കെയാണ്, കുട്ടികൾക്ക് കളിക്കാനും നല്ലൊരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ കുറേ അധികം ഗെയിമുകൾ വന്നിട്ടുണ്ട്. അതേപോലെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല നല്ല പുതിയ സംഭവം ഗെയിമിങ്ങും കാര്യങ്ങളുമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റപ്പായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പൂപ്പലിയിൽ പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്, ആദ്യമായിട്ട് പൂപ്പലിയിൽ വന്നൊരു സംഭവമാണ്. നമുക്ക് ഇതപ്പോൾ തന്നെ കാണാം, തൊട്ട് മുമ്പ് തന്നെ നമുക്ക് കാണാം, അടിപൊളി അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക്. അതേപോലെ തന്നെ കച്ചവടങ്ങൾ, മക്കൾക്ക് മേടിച്ച് കഴിക്കാനുള്ള സാധനങ്ങൾ, തിരക്ക്. പാർക്കിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ എല്ലാ ദിവസവും ഇതുപോലെ ജനങ്ങൾ വന്ന് ഒഴുകി നമ്മളെ ഈ ഒരു ഉത്സവം അതിമനോഹരമാക്കട്ടെ. അതേപോലെ തന്നെ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് പോവുകയാണെങ്കിലും അതേപോലെ തന്നെ നല്ല നല്ല പ്രോഗ്രാമുകളാണ് എല്ലാം. അത്രയും ജനങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളെ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ പ്രാവശ്യമുള്ള പോലെ തന്നെയാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു വെറൈറ്റി ആയിരുന്നു, ഇപ്രാവശ്യം വേറെ പുതിയൊരു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് അമ്പലവയലിൽ നിന്ന് വടുവഞ്ചാൽ റോഡിന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അതുപോലെ അമ്പലവയലിൽ ചുള്ളിയാർ റോഡിന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ട്, KSRTC സ്റ്റാൻഡിലുണ്ട്, അതുപോലെ ഓൺലൈനായിട്ട് ബാർകോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.